1 യോഹന്നാന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിച്ചു. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തരും. അപ്പൊ ആരാണ് യേശു? ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന് പുത്രൻ ഉണ്ടാകുമോ? ഉണ്ട്. എങ്ങനെ ഉണ്ടായി? ഏദനിൽ ദൈവം ആദ്യമായി ഒരു പുത്രനെ ജനിപ്പിച്ചു. അവരിൽ എല്ലാം തകർന്നുപോയി. ഒരുവനെ ദൈവം സ്വർഗത്തിൽ ജനിപ്പിച്ചു. അവൻ നമുക്കായി ഇറങ്ങി വന്നു. സ്തോത്രം ചെയ്ത് അടുത്തത് 12-ാം വാക്യം വായി. പുത്രനുള്ളവനോ ജീവനുണ്ടോ? പുത്രനില്ലാത്തവനോ? ദൈവപുത്രനില്ലാത്തവന് സന്തോഷമുണ്ടോ? ദൈവപുത്രനെ നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് ജീവനുണ്ടോ? ദൈവപുത്രനെ നീ അനുസരിച്ചിട്ടുണ്ടോ? നിനക്ക് ജീവനുണ്ട്. ദൈവപുത്രനെ നീ സ്വീകരിച്ചിട്ടുണ്ടോ? നിനക്ക് ജീവനുണ്ട്. ദൈവപുത്രനെ നീ മഹത്വത്തോടെ ആരാധനയോടെ നീ അവനോട് സംസർഗമുണ്ടോ? സംസാരമുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? നിനക്ക് ജീവിതത്തിൽ അനുഗ്രഹമായ ജീവനുണ്ട്. സ്തോത്രം. 5-ാം വാക്യം വായിച്ച യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിച്ചത്? അപ്പൊ ലോകത്തെ ജയിക്കുന്ന ജയം, നമ്മുടെ വിശ്വാസം ജയം വരുന്നത് യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് യേശുവിന്റെ നാമം ഞാൻ ചൊല്ലി ആമേൻ പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനൊരു ജയത്തിലാണ്. നീ ഒരു ജയത്തിലാണ്. നീ എപ്പോൾ യേശുവിന്റെ ദൈവത്തിന്റെ പുത്രനായി നാവിൽ പ്രഖ്യാപിക്കുന്നുവോ അന്ന് നീ ജയത്തിലാണ്. യേശു ദൈവത്തിന്റെ പുത്രനെന്ന് ഞാൻ വിശ്വസിച്ച വിശ്വാസം എന്റെ മേൽ ജയം കൊണ്ടുവരും. ഈ ജയം കൊണ്ടുവരുന്നത് എന്റെ ക്വാളിറ്റി അല്ല, ദൈവത്തിന്റെ പുത്രന്റെ ക്വാളിറ്റിയാ. ദൈവത്തിന്റെ പുത്രന്റെ മഹത്വമാ ഭൂമി. പിശാചിന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ അത്രേ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ ദൈവപുത്രൻ ഇവിടെ ഭൂമിയിൽ വന്നത് തന്നെ ആ നരകത്തെ സ്വർഗമാക്കാനാ, ഭൂമിയെ സ്വർഗമാക്കാനാ, നിന്റെ കുടുംബത്തെ സ്വർഗമാക്കാനാ, നിന്റെ ഹൃദയത്തെ സ്വർഗമാക്കാനാ. സ്വർഗത്തിന്റെ മഹത്വം നിന്നിൽ നിറയ്ക്കാൻ ദൈവത്തിന്റെ പുത്രൻ ആത്മാവായി ഇറങ്ങി. അവൻ ജഡത്തിൽ ആദ്യം വന്നു, പിന്നെ ആത്മാവായി നിറഞ്ഞു എന്ന് പറഞ്ഞ യേശു ജഡത്തിൽ ഭൂമിയിൽ വന്ന ആത്മാവായി എന്നെ അനുഗ്രഹിച്ചു. ആമേൻ. 1 യോഹന്നാൻ 4:15. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഒന്നും കൂടി വായിച്ച്. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവം, അവൻ ദൈവത്തിലും വസിക്കുന്നു. അങ്ങനെയുള്ളവനിൽ ദൈവം വസിക്കും. ഇവൾ ദൈവത്തിലും വസിക്കും. ഒന്നും കൂടി ഉറപ്പിക്കുക. ദൈവപുത്രനായ യേശുവിൽ ഞാൻ വസിച്ചാൽ ദൈവം എന്നിൽ വസിക്കും. ഇനി വസിക്കും എന്നല്ല, പ്രസന്റ് ആയിട്ടുള്ളത് വസിക്കുന്നു എന്ന് പറഞ്ഞേ. യേശുവിനെ ദൈവപുത്രനായി ഞാൻ സ്വീകരിച്ചത് കൊണ്ട് ദൈവം എന്നിൽ വസിക്കുന്നു. പറ, ദൈവം എന്നിൽ വസിക്കുന്നു. ദൈവം എന്നിൽ വസിക്കുന്നത് എന്റെ ഗുണമല്ല, ദൈവപുത്രന്റെ ഗുണമാണ്. ദൈവദൂതന്മാർ എന്നെ ശുശ്രൂഷിക്കുന്നത് എന്റെ ഗുണമല്ല, ദൈവത്തിന്റെ ഗുണമാണ്, ദൈവപുത്രന്റെ ഗുണമാണ്.
ഹലോ, നിങ്ങളോട് കൂടെ ഒരു നാഴിക ദൈവം നടക്കുമോ? നിന്റെ സ്വഭാവത്തിലാണെങ്കിൽ, എന്റെ സ്വഭാവത്തിലാണെങ്കിൽ സ്വർഗീയ ദൂതന്മാർ എന്നോട് അടുക്കൂല. നിന്റെ സ്വഭാവമാണെങ്കിൽ സ്വർഗീയ ദൂതന്മാർ നിന്നെ വിട്ട് ഓടിക്കളയും. എന്റെ പൊന്നോ, ഇവളോടുകൂടെ ഇവനോടുകൂടെ ഞങ്ങളെ വിടല്ലേ കർത്താവേ. ദൂതന്മാരൊക്കെ ഓടിക്കളയും അല്ലേ? പക്ഷെ ദൂതന്മാർ നമ്മോട് സഹിക്കുന്നു. നിന്നെ സഹിച്ചു, എന്നെ സഹിച്ചു, ക്ഷമിച്ചു, പൊറുത്തു, സകലതും മറന്നു കളഞ്ഞു. എന്നിട്ട് പഴയതിനേക്കാൾ പുതിയതായി ഇന്നുള്ളതുപോലെ എന്നും നിൽക്കുന്നു. ആരോടുകൂടെ? നമ്മോടുകൂടെ. ദൂതനുണ്ട്, സ്വർഗീയ ഗണങ്ങൾ നമ്മോടുകൂടെ ഉണ്ട്. ദൈവപുത്രനെ സ്വീകരിച്ചവരിൽ ദൈവം വസിക്കുന്നു എങ്കിൽ സ്വർഗീയ ഗണങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മോടുകൂടെ വാസം ചെയ്യുക. അപ്പൊ ദൂതന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് എന്നെ വിട്ടു പോകാത്തത്? അവർ തിരിച്ചു പറയുന്നു, നിന്നെ ഓർത്തല്ല, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ സ്നേഹം, അവന്റെ പരിശുദ്ധി, അത് നമ്മളെ വിട്ടുമാറാതെ നിന്നിലാക്കുന്നു. ദൂതന്മാർക്ക് ദൈവത്തോടുള്ള സ്നേഹം, ദൂതന്മാർക്ക് ദൈവത്തിനോടുള്ള വിശ്വസ്തത, ദൈവത്തിന് അവരോടുള്ള വിശ്വസ്തത, അവർക്കത് അനുഗ്രഹമാണെന്ന് കണ്ട് അവർ വിടാതെ അനുസരിക്കുന്നതാണ്. അവരുടെ ശുശ്രൂഷ നമുക്ക് എന്നും ഭൂമിയിൽ ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുവാൻ ആഗ്രഹമുള്ള മക്കളൊന്ന് പറഞ്ഞ്, എന്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ പുത്രനെ എനിക്കായി ഭൂമിയിൽ നൽകിയ നിന്റെ സ്നേഹത്തെ ഇന്ന് പകൽ ഞാൻ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ഓ, ദൈവം ഇത്രയ്ക്കും വിശ്വസ്തനായതുകൊണ്ട് എന്നെ വിട്ടുമാറാത്തത്. അവന്റെ പരിശുദ്ധിയ എന്നെ വിട്ടുമാറാത്തത്. അല്ലാണ്ട് നമ്മുടെ ആരുടെയും ഒരു ഗുണമോ മണമോ അല്ല. അതുകൊണ്ട് ഉറപ്പിക്കണം. യേശു വാക്ക് പറഞ്ഞു, വാക്ക ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് യേശു പറഞ്ഞ വാക്ക് യേശു വിശ്വസ്തയോടെ എന്നും സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. അവനെ പോലെ പുണ്യം ചൊല്ലുവാൻ ആരുമില്ല. 5-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും ശബ്ദം കേൾക്കും. ശബ്ദം കേൾക്കും. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും ശബ്ദം കേട്ട കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. മരിച്ചവർ എന്ന് പറഞ്ഞ നമ്മുടെ അകത്ത് മരിച്ചു കിടക്കുന്ന എന്തൊക്കെയുണ്ട്, അതൊക്കെ ജീവിക്കും. നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ മരിച്ചതുണ്ട്, അതൊക്കെ ജീവിക്കും. നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ സകല വഴികളിലും എന്തൊക്കെ മരിച്ച അവസ്ഥയുണ്ട്, അതൊക്കെ ഇന്നും എന്നും ജീവിക്കും. യേശുവിന്റെ ശബ്ദം കേൾക്കാൻ നിന്റെ കാത് കൊടുത്താൽ മതി. ഞായറാഴ്ച അതിരാവിലെ ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുമ്പോ നിന്റെ കാതിൽ കേൾപ്പിക്കുന്നത് ദൈവപുത്രന്റെ ശബ്ദമാ. യേശു പറഞ്ഞു, മരിച്ചവൻ ജീവിക്കും. ദൈവപുത്രന്റെ ശബ്ദം കേട്ടാൽ അവൻ ഇന്നും ജീവിക്കും, എന്നും ജീവിക്കും, നിത്യമായും ജീവിക്കും. ഓ, ലാഭം, ലാഭം, അതിലാഭം, മഹത്വത്തോടെ ലാഭം. ദൈവപുത്രന്റെ ശബ്ദം കേട്ടപ്പോൾ ലാസർ കുഴിയിൽ നിന്ന്, ആ കല്ലറയിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ, അവൻ ജീവിച്ചെങ്കിൽ
നമ്മളൊക്കെ ദരിദ്രന്മാരായിരുന്നു. യേശുവിന്റെ ദാരിദ്ര്യം നമ്മൾ ഏറ്റെടുത്തത് നമ്മളെ സമ്പന്നരാക്കാനാണെന്ന് യേശു പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ വരട്ടെ. ഓ അങ്ങനെ തന്നെ വരട്ടെ പറ. അങ്ങനെ തന്നെ വരട്ടെ. ഓ അങ്ങനെ തന്നെ പറ പറ. അങ്ങനെ തന്നെ ഇതിലേക്ക് നമ്മെ വിളിച്ചവന്റെ ശബ്ദം കാതുകളിലൂടെ അകത്തളത്തിൽ വീണവരെല്ലാം ജീവിക്കും. ദൈവപുത്രന്റെ ശബ്ദം പാറകളെ പിറക്കുന്ന ശബ്ദം. ഹല്ലേലൂയ. ഒരു ശബ്ദത്തിനും നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല. ഒരു ശബ്ദത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ ശബ്ദത്തിനും നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല. ഒരു മൃഗത്തിന്റെ ശബ്ദത്തിനും നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല. ഒരു അധികാരങ്ങൾക്കും നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല. ആരുടെ ശബ്ദത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. യേശുവിന്റെ ശബ്ദം കേട്ടവന് ജയമുണ്ട്, ജയമുണ്ട്, തോൽവിയില്ല. ജയമുണ്ട്, തോൽവിയില്ല, ജയമുണ്ട്. യേശുവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവന് ജയമേ ഉള്ളൂ. ലോകത്തെ ജയിച്ച ജയമാ ദൈവപുത്രനെ സ്വീകരിച്ചവരിൽ. കൈവച്ച് പറഞ്ഞേ, എന്റെ അകത്ത് വിശ്വാസം ദൈവപുത്രനാണ്. എന്റെ അകത്തെ വിശ്വാസം ദൈവത്തിന്റെ പുത്രനിലാണ്. എന്റെ അകത്തെ വിശ്വാസം ദൈവത്തിന്റെ പുത്രനിൽ ആകുന്നു. എന്റെ അകത്തെ വിശ്വാസം ദൈവത്തിന്റെ പുത്രനിൽ ആകുന്നു. ഹല്ലേലൂയ. യേശു ആരാണ്? ദൈവത്തിന്റെ പുത്രൻ. പുത്രനിൽ നീ ആരാണ്? ഞാനും പുത്രനായി. പുത്രനാകാൻ സമ്മതിച്ചതാ അല്ലേ? ആണോ? ഉറച്ചു നിന്നാൽ നിന്റെ അടുക്കൽ ദൈവപുത്രൻ വരും. ഉറച്ചു നിന്നാൽ നിന്റെ കൂടെ അവൻ വസിക്കും. ഉറച്ചു നിന്നാൽ നിന്നെ അവൻ കൈവിടാതെ സൂക്ഷിക്കും. ഉറച്ചു നിന്നാ മതി, അവൻ നിന്നെ ഉയർത്തും. അവന്റെ നാമത്തെ അറിയുന്നത് കൊണ്ട്